ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഈ ചുരിദാർ പീസ് കട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും. അപ്പോൾ ആ ചുരിദാർ ഞാൻ ആ സാരി വെട്ടി ചുരിദാറാക്കി അതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്ച്ചതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം കഴുത്ത് തയ്ച്ചു തുടങ്ങാം. നല്ല വശം മെഷീൻ്റെ പുറത്തേക്ക് ഇടുക. പിന്നീട് നമുക്ക് നമ്മുടെ ലൈനിങ് നമുക്ക് അതിനോട്ട് വെച്ചിട്ട് നമുക്ക് തയ്ക്കാം. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഒരുപോലെ ആയിരിക്കണം. നമുക്കിനി എന്നിട്ട് തയ്ക്കാം. ഞാൻ ഇങ്ങനെയായിട്ട് നൂലിന് ലോക്ക് ഇടുന്നത്. നമ്മൾ സൂചി ഇവിടെ കുത്തി നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങോട്ടും തയ്ക്കാൻ. നമ്മൾ കഴുത്തിൻ്റെ അതേ ലൈനിങ് വെച്ച് തയ്ച്ചിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നൂല് കട്ടാകാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ ഇങ്ങനെ ഒന്ന് തിരിച്ചിടാം. ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ടുകൊണ്ട് നമുക്കിത് ഈ രണ്ട് തുണിയും ജോയിൻ ചെയ്യുന്ന ഇവിടെ ഒന്ന് നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കഴുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ തയ്ച്ച ആ കഴുത്തിൻ്റെ ഭാഗം നമുക്കിങ്ങനെ മടക്കി ലൈനിങ് അകത്ത് വരുന്ന രീതി മടക്കി നമുക്ക് എടുക്കാം. നമ്മൾ കഴുത്ത് ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ മടക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് തയ്ച്ചെടുക്കാം. ഇപ്പോൾ തന്നെ കഴുത്തത് ഏകദേശം നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അടിക്കാം.
നമ്മുടെ കഴുത്ത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് തയ്യൽ. ഇങ്ങനെ തന്നെ നമുക്കിനി ചുരിദാറിൻ്റെ മുൻവശം കൂടെ തയ്ച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ചുരിദാറിൻ്റെ രണ്ട് ഭാഗം ഫ്രണ്ടും ബാക്കും നമ്മൾ തയ്ച്ച് വെച്ചായിരുന്നു കഴുത്ത്. ഇനി നമുക്കിതേ ഇങ്ങനെ ബാക്ക് വശം രണ്ടിടത്തെയും ബാക്ക് വശം വരുന്ന രീതിയിൽ നമുക്കിനി കൈയിന് തയ്ക്കാം. അതൊരുപോലെ വെച്ച് വേണം നമ്മൾ തയ്ക്കാൻ. ഇപ്പോൾ രണ്ട് വശം നമ്മൾ ലൈനിങ് പുറത്ത് വരുന്ന രീതി വേണം നമുക്ക്, അതായത് തയ്യൽ ലൈനിങ് വരുന്ന രീതി വേണം തുണി ഇട്ടിട്ട് തയ്ക്കാം, ഫ്രണ്ടും ബാക്കും. നമുക്കിനി കൈയിനി ഒരുമിച്ച് തയ്ച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഷോൾഡറിൻ്റെ പോർഷൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി തയ്യലിന് നമുക്ക് വേണം ഒരടിയും കൂടെ അടിച്ചെടുക്കാം, കാരണം പെട്ടെന്ന് ഇപ്പോൾ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാ കേട്ടോ. നമ്മൾ ഷോൾഡർ തയ്ച്ചെടുത്തിട്ടുണ്ട്, ഇതാ കണ്ടോ. ഇനി നമ്മളുടെ ചുരിദാറിൻ്റെ കൈ നമുക്കാദ്യം തയ്ക്കാം. അപ്പോൾ ആദ്യം ചുരിദാറിൻ്റെ നല്ല വശം എടുത്ത് വെക്കണം. അതിനോട് തന്നെ ഇങ്ങനെ നല്ല വശം ഇപ്പുറത്ത് വരുന്ന രീതിയിൽ നമ്മളുടെ തയ്യൽ വരുന്നത് അകത്താക്കണം. തയ്യൽ വരുന്ന ഇങ്ങനെ ഫ്രണ്ടിലാക്കിക്കൊണ്ട് വേണം നമുക്ക് കൈ അങ്ങ് തയ്ച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കൈയുടെ പോർഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ കൈയും തയ്ച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ രണ്ട് കൈയും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കൈയുടെ അറ്റം വരുന്ന ഭാഗം നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി അടിക്കാം. കൈയുടെ തുമ്പ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജോയിൻ ചെയ്ത് നമുക്കിനി തയ്ക്കാം. ഇനി നമുക്ക് കൈ അടിച്ചു തരാം. കൈ അടിച്ച് നമുക്ക് താഴോട്ടിങ്ങ് വരാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു കൈ നമ്മൾ തയ്ച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ വേണേൽ ഒന്നോ രണ്ടോ അടിയും കൂടെ എക്സ്ട്രാ നമുക്ക് അടിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നൂല് വിട്ടു പോയാലും പിന്നെ അഡീഷണൽ നൂല് ഇങ്ങനെ കിടക്കുന്നത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനും അങ്ങനെ ചെയ്യാറുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത കൈയും തയ്ച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ടേപ്പൊന്നും ഉപയോഗിക്കാതാണ് ഞാൻ തയ്ക്കുന്നത്. എനിക്കൊരു ഊഹമുണ്ട് എൻ്റെ അളവ്, അത് വെച്ചിട്ടാണ് ഞാൻ തയ്ക്കുന്നത്. അത് കംഫർട്ടാണ് എനിക്ക്. അപ്പോൾ അളവെടുത്ത് തന്നെ തയ്ക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ രണ്ട് കൈ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, സ്ലിറ്റിൻ്റെ താഴോട്ടുള്ള അത് നമുക്കൊന്ന് അടിക്കാം. നമുക്ക് ആദ്യം ഈ ലൈനിങ് ഒന്ന് അടിക്കണം കേട്ടോ, അല്ലെങ്കിൽ ലൈനിങ്ങിൻ്റെ തുണി താഴോട്ട് നൂലൊക്കെ വിട്ടുപോകും കുറേ കഴിയുമ്പോൾ. അപ്പോൾ ഇതൊന്ന് ആദ്യം തയ്ച്ചിട്ട് നമുക്ക് ഇവിടെയും കൂടെ ചേർത്ത് അടിച്ചെടുക്കാം. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ പോർഷൻ ഒന്ന് തയ്ക്കാം. അകത്ത് തയ്യൽ വരുന്ന രീതി വേണം തയ്ക്കാൻ.
സ്ലിറ്റിന്റെ 2 പോർഷനും അടിച്ചു. ഇനി നമുക്ക് ഏറ്റവും താഴത്തെ പോർഷൻ നമുക്ക് ഇങ്ങനെ മടക്കി തയ്ക്കാം. അങ്ങനെ നമ്മുടെ ചുരിദാർ റെഡി ആയിട്ടുണ്ട്.